ഹലോ ഗായ്സ്, ഇന്നൊരു മോർണിംഗ് വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു. രാവിലെ ഞാൻ ഏറ്റതേ ഒരു ചിയാ സീഡിൻ്റെ ഡ്രിങ്കാണ് എടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ തലേദിവസം തന്നെ ഒരു സ്പൂണ് ചിയാ സീഡ് വെള്ളത്തിൽ കുതിരാനിടും. അത് കഴിഞ്ഞിട്ട് രാവിലെ അത് നല്ലപോലെ വെള്ളം ഒഴിച്ച്, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നീട്ടി അതിലേക്ക് കുറച്ച് ഹണിയും ലെമൻ്റെ ജ്യൂസും ഒഴിച്ചിട്ടാണ് ഞാനത് ഡ്രിങ്ക് ചെയ്യുന്നത്. വെയിറ്റ് ലോസ് ആവാനുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണേ. ഇന്ന് നമുക്ക് ചേമ്പും ഉണക്കമീനും എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി നമ്മൾ കുറച്ച് ഉള്ളി, തക്കാളി, കരിവേപ്പില, ഉണക്കമീൻ കഴുകി ക്ലീനാക്കി വെച്ചതാണ്. അതിൻ്റെ അരപ്പ് പ്രിപ്പയർ ചെയ്തത് കുറച്ച് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, പിന്നെ ഉണക്കമുളക് 2 1 ടേബിൾ സ്പൂൺ മല്ലി, ഇതെല്ലാം കൂട്ടി നല്ലപോലെ പേസ്റ്റായിട്ട് അരച്ച് വെച്ചതാണ്. അതിലേക്ക് ഒരു 3 കുടംപുളി ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ വേവിച്ച ചേമ്പാണ് എടുത്തത്. നിങ്ങൾക്ക് വേവിക്കാതെയും ചേമ്പ് എടുക്കാൻ പറ്റും. ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചതാണ്. ഇപ്പം നമുക്ക് ആദ്യമായിട്ട് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായ ഉടനെ തന്നെ കടുകിട്ട് നല്ലപോലെ പൊട്ടിയതിന് ശേഷം ഉലുവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉപ്പിടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല പെട്ടെന്ന് നമുക്ക് ഉള്ളി വെന്ത് കിട്ടും. അതിന് വേണ്ടി കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ ഉള്ളി വെന്തതിന് ശേഷം നമുക്ക് ക്രാപ്പ് ചെയ്ത കുറച്ച് തക്കാളിയും അരിഞ്ഞു വെച്ച കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്രാപ്പ് ചെയ്തത് ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഗ്രേവി ടൈപ്പ് കിട്ടാൻ വേണ്ടിയാണ്. ഒരു 1/4 ടേബിൾ സ്പൂണ് നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ അരച്ചപ്പോൾ തന്നെ നല്ലപോലെ ഇട്ടത് കൊണ്ട്. ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല ഗ്രേവി ആയിട്ട് നല്ല തിക്കായിട്ട് എടുക്കാം. തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ആ ഗ്രേവി അതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് വെള്ളം എന്തോരം വേണോ ആവശ്യത്തിന് ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അത്യാവശ്യമുള്ളത്ര വെള്ളം ഒഴിച്ച് നല്ലപോലെ നീട്ടിയെടുക്കാം. കാരണം നമ്മളുടെ ചേമ്പ് നമ്മൾ കറിയിലേക്ക് ഇടുമ്പോൾ നല്ലപോലെ തിക്കാവും. അതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് നീട്ടി. ഇതിലേക്ക് നമുക്ക് കുടംപുളി ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ തള വന്നതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച ചേമ്പിട്ട് അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കണം മീനും ഇട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. മീൻ പെട്ടെന്ന് വേവുന്നതുകൊണ്ട് കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യം നമുക്കില്ല. ചേമ്പും പിന്നെ ഉണക്കമീനും കറി നമുക്ക് പെട്ടെന്ന് ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ നിങ്ങൾ മറക്കല്ലേ. കാരണം ഞാനിത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പി വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് എനിക്ക് ആവശ്യമുള്ളത്. താങ്ക് യു ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സപ്പോർട്ട് മീ.